ചിനാബ് നദിയിലെ ബഗ്ലിഹാർ സലാൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനിടെ രാജസ്ഥാൻ അതിർത്തിയും കനത്ത ജാഗ്രതയിലാണ്. ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, ഇപ്പോൾ രാജസ്ഥാൻ അതിർത്തിയിൽ അതീവ ജാഗ്രത, അവിടെ മിസൈൽ സംവിധാനങ്ങളൊക്കെ വിന്യസിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം അവിടെ പട്രോളിംഗ് നടത്തുന്നുണ്ട് വ്യോമസേന. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് അതീവ ജാഗ്രത പുലർത്തണമെന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. എന്താണ് പഞ്ചാബ് രാജസ്ഥാൻ അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യം? എത്രത്തോളം ജാഗ്രതയിലാണ് രാജ്യം ഈ മേഖലകളിൽ തുടരുന്നത്? വിജയകുമാർ, ഇന്നലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ ഷെൽ ആക്രമണം നടത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. ഏറെ നേരം നീണ്ടുനിന്ന ഒരു ഷെൽ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുവാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞതും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നതും. അതിൽ പ്രധാനമായും രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ മേഖലകളിൽ, അവിടുത്തെ അതിർത്തി മേഖലകളിലടക്കം സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. നിരീക്ഷണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മേഖലയിലെ സ്കൂളുകൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ പോലീസ് സേന ഉൾപ്പെടെ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അവധിയിൽ പോയ ഉദ്യോഗസ്ഥരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെഡിക്കൽ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് മറികടക്കുന്നതിലേക്കാണ് ഇത്തരം നടപടികളിലേക്ക് കൂടി ഇപ്പോൾ ഭരണകൂടങ്ങൾ കടന്നത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. അത് ഭാഗമായാണ് ഈ നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത്. പഞ്ചാബിൽ പൊതുസമ്മേളനങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനസാന്ദ്രത ഒഴിവാക്കുവാൻ കൂടി ലക്ഷ്യമിട്ടാണ് അത്തരം നീക്കങ്ങളിലേക്ക് കൂടി ഭരണകൂടം കടക്കുന്നത്. BSF DG ഇന്നലെ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട സാഹചര്യങ്ങൾ, അതിർത്തിയിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ട് അതിർത്തിയിലെ സാഹചര്യം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാജ്യത്തെ സാഹചര്യവും അതിർത്തി മേഖലകളിലെ സാഹചര്യവും വിശദീകരിച്ചത്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയും പ്രധാനമന്ത്രിയെ കണ്ട സാഹചര്യങ്ങൾ വിശദീകരിച്ചു. എന്താണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന സൈനിക നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ യോഗങ്ങളിൽ ചർച്ചയായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പാക് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടി നൽകുക എന്നതാണ് സേനയ്ക്ക് മുൻപിലുള്ള നിർദ്ദേശം. അവിടെ വേറൊരു ഉത്തരവിനൊന്നും കാത്തു നിൽക്കേണ്ടതില്ല. സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ആ തീരുമാനമെടുക്കാം എന്നുകൂടി നൽകിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളടക്കം പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങളുടെ നിലവിലെ പ്രവർത്തനം വ്യോമസേന ഏറ്റെടുത്തതായുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സജ്ജമാണ്. പാക് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ തിരിച്ചടി നൽകുക എന്നതാണ് സേനകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അതിർത്തി മേഖലകളിൽ നടക്കുന്നത്. വിജയകുമാർ. യെസ്, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ രാജ്യം വലിയ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങൾ, അവിടുത്തെ ഗ്രാമങ്ങളാണ് കുറെ കൂടി ജാഗ്രത മുനമ്പിലേക്ക് പോയിരിക്കുന്നത്. അതിൽ രാജസ്ഥാനും പഞ്ചാബും സവിശേഷമായ ഒരു ശ്രദ്ധ ആ മേഖലയിൽ നൽകിയിട്ടുണ്ട്. രാജസ്ഥാനും പഞ്ചാബും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ, ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പുമൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലാണ് കുറെ കൂടി ജാഗ്രത. പ്രത്യേകിച്ച് ഇന്നലെ പഞ്ചാബ് അതിർത്തിയിലേക്ക് ഒരു സൈനിക നീക്കത്തിന്, വ്യോമ അതിക്രമത്തിന് പാകിസ്ഥാൻ മുതിർന്നു. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ ഫലപ്രദമായി ചെറുത്തു എന്ന വിവരം കൂടി വരുന്നുണ്ട്. മിസൈലുകൾ തൊടുക്കാനുള്ള ശ്രമം നടന്നു, അതിനെയും തകർത്തിട്ടുണ്ട്. ആ മിസൈലുകളുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ അവിടെ കൃഷിത്തോട്ടങ്ങളിൽ നിന്നൊക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുള്ളത് കൊണ്ട് വലിയ ജാഗ്രതയിലാണ് പഞ്ചാബും ഒപ്പം രാജസ്ഥാൻ അതിർത്തിയും.